സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മോളെ, എന്തിനാ ഇതൊക്കെ കത്തിക്കുന്നത്? ഇനി ഇതൊന്നും എന്റെ കൈവശം വെക്കാൻ പാടില്ല. അതാ കത്തിച്ചത്. എല്ലാം കത്തി അവസാനിക്കട്ടെ. ഈ ഫോട്ടോയൊക്കെ കത്തിച്ചാൽ എല്ലാം അവസാനിക്കുമോ? നമ്മുടെ മനസ്സിൽ നിന്നല്ലേ തുടച്ചു മാറ്റേണ്ടത്. ദാ നോക്ക്, പഴയതൊന്നും നമ്മുടെ മനസ്സിലില്ല എന്ന് ജീവിച്ച് തെളിയിക്കുക വേണ്ടത്. അബിയെ ഞാൻ എന്റെ മനസ്സിൽ നിന്ന് എടുത്തെറിഞ്ഞു കഴിഞ്ഞു. അവനെ കുറിച്ചുള്ള ഒന്നും ബാക്കി വെക്കരുതെന്ന് വിചാരിച്ച് എല്ലായിടത്തും കത്തിച്ചു കളഞ്ഞത്. എല്ലാം ഈ തീയിൽ കത്തി നശിക്കട്ടെ. വാ മോളെ, അകത്തേക്ക് പോ. ഇത് കത്തി തീർന്നിട്ടേ ഞാൻ വരൂ. അപ്പോഴേ എന്റെ മനസ്സിന് സമാധാനവും. കാവ്യ, വാ. നിന്റെ മാനസികാവസ്ഥ ഇവിടെ ആർക്കും മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലാവും. നീ വാ കാവ്യ. ഞാൻ വരാമെന്ന് പറഞ്ഞില്ലേ? ഇത് ഞാൻ എന്റെ മനസമാധാനത്തിന് വേണ്ടി ചെയ്യുന്നത്. അതിനും സമ്മതിക്കില്ലേ ആരും. ഇതിപ്പോ മനഃപൂർവ്വം മനുഷ്യനെ വേദനിപ്പിച്ചിട്ട് കരയരുതെന്ന് താക്കീത് ചെയ്യുന്ന പോലെ. കാവ്യ, നീ അകത്തേക്ക് വാ. ഞാനല്ലേ പറയുന്നത്. നിനക്ക് അകത്ത് വന്ന് കരയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്തായാലും ഇനി പുറത്ത് നിൽക്കണ്ട. ഞാനെന്താ എല്ലാവരുടെയും മാനം രക്ഷിക്കാനുള്ള ജന്മമാണോ? നിനക്കെന്താ എന്നെ വിശ്വാസമില്ലേ? ഇപ്പൊ ഞാൻ പറയുന്ന അനുസരിക്ക്. വാ. ഇതിനൊക്കെ നീ മറുപടി പറയേണ്ടി വരും. എല്ലാത്തിനും കാരണക്കാരൻ ഞാനാണ്. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാ പഴിയും ഞാൻ ഏറ്റെടുത്തോളാം. നീ ഏറ്റെടുത്താൽ നീ കാരണം മറ്റുള്ളവർ അനുഭവിക്കുന്ന മാനസിക സംഘർഷം കുറയൂ. കാവ്യ ഇപ്പൊ കത്തിച്ചത് നീ അവൾക്ക് കൊടുത്ത സ്വപ്നങ്ങളാ. നിനക്ക് അതൊന്നും മനസ്സിലാവില്ല. കാരണം അത്രയ്ക്ക് ദുഷ്ടനാ നീ.
ഏട്ടാ, എന്താ വേണ്ടത്? നിന്നെ കാണുന്നതിന് എനിക്ക് ഇഷ്ടമല്ല. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാതെ എന്റെ മുന്നിൽ നിന്ന് പോകുന്നുണ്ടോ? ഈ ദേഷ്യം മാറാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? പറഞ്ഞോ, എന്ത് ചെയ്യാനും ഞാൻ റെഡിയാ. നീ എന്റെ മുന്നിലേക്ക് വരാതിരുന്നാ മതി. ഏട്ടനെങ്കിലും എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. നീ ഇനി എന്ത് ചെയ്താലും നിന്നോട് എനിക്ക് പൊറുക്കാനാവില്ല. 3 ജീവിതങ്ങളാണ് നീ തകർത്തത്. അത് നിന്റെ ഈ മാപ്പ് പറച്ചിലുണ്ടെന്ന് തീരുന്നല്ല, ഓർത്തോ. നീ അനുഭവിക്കേണ്ടി വരും. നിന്റെയും അബിയുടെയും നല്ല റിലേഷൻഷിപ്പിന് വേണ്ടി ഈ കരട് ഞാനിങ്ങ് എടുക്കുക. ഇനി ഇതൊന്നും എന്റെ കൈവശം വെക്കാൻ പാടില്ല. അതാ കത്തിച്ചത്. എല്ലാം കത്തി അവസാനിക്കട്ടെ. ഞാൻ എല്ലായിടത്തും കത്തിച്ചതിന്റെ പേരില് അഞ്ജുൻ എന്നോട് പിണക്കം കാണോ? അവളോടൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ എന്റെ മനസ്സ് റിലാക്സ്ഡ് ആവും. കാവ്യ ഇപ്പോ വലിയ ടെൻഷനിലായിരിക്കും. എനിക്ക് അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും പറ്റിയില്ല. അഞ്ജുനെ വിളിക്കണം. വേണ്ട, മുറിയിൽ അഭിയുണ്ടാവും. ആദ്യേട്ടൻ അവളുടെ മനസ്സറിയാം. ആദ്യേട്ടൻ അവളെ ആശ്വസിപ്പിക്കും. അതാ അവൾ എന്നെ ഒന്ന് വിളിക്കുക പോലും ചെയ്യാത്ത. നീ എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ എയർപോർട്ടിലേക്ക് വന്ന് പിക്ക് ചെയ്യുമായിരുന്നല്ലോ. ആ, അവിടുന്ന് ഒരു 200 മീറ്ററല്ലേ ഉള്ളൂ. നീ എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നീ ഇങ്ങ് വാ. ശരിയപ്പോ, സീ യു. കാവ്യ ഇതുവരെ ഉണർന്നില്ലേ? കാവ്യ, 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 മോളെ, മോളെ കാവ്യ. എന്തൊരു കടപ്പയത്. ദൈവമേ, അമ്മയാണല്ലോ. ഈ സമയത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട. അമ്മയ്ക്ക് പിന്നെ അത് മതി. കാവ്യ, എന്തെടുക്ക? കാവ്യ, കാവ്യ, അമ്മേ. കാവ്യ എന്തെടുക്ക? നീ കാവ്യ ഒന്ന് വിളിക്ക്. വിളിക്കാം. അവൾ ഇതുവരെ ഉണർന്നില്ലേ? ഉണർന്നു, കുളിക്കുക. ആ, എങ്കിൽ പെട്ടെന്ന് റെഡിയായി എല്ലാരും താഴോട്ട് വാ. നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ആരാ? അതൊക്കെ ഞാൻ പറയാം. നിങ്ങൾ വേഗം റെഡിയായി വാ. ശരി അമ്മ. അവളെയും കൂട്ടി പെട്ടെന്ന് താഴോട്ട് വാ. വരാം. കാവ്യ, പെൺകുട്ടികൾ ഇങ്ങനെയും കിടന്നുറങ്ങോ? അതും ബാച്ചിലറായ ഒരുത്തിന്റെ മുറിയില്. കാവ്യ, കാവ്യ,
കാവ്യ, അബി എന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ പോ പ്ലീസ് അബി. ഞാൻ ഉറങ്ങിക്കോട്ടെ. സോറി, അറിയാതെ തട്ടി വീണതാ. ഏയ് സാരമില്ല. ആദ്യമായിട്ട് എന്നെ വിളിച്ചിരുന്നോ? വിളിച്ചു, അതിനുള്ള മറുപടിയും കിട്ടി. ഞാൻ എന്തേലും ഉറക്കത്തിൽ പറഞ്ഞോ? എന്ത്? ഏയ് ഒന്നുമില്ല. അമ്മ ഒന്ന് വിളിച്ചായിരുന്നു. ഒരു ഗസ്റ്റ് ഉണ്ട്, പെട്ടെന്ന് റെഡിയായി താഴേക്ക് ചെല്ലാൻ. അതെ, പെട്ടെന്ന് റെഡിയായിക്കോ, അല്ലെങ്കിൽ അമ്മ വീണ്ടും വരും. മമ്മി ട്രീറ്റ്മെന്റിലായതുകൊണ്ടാ വിവാഹത്തിന് എത്താൻ പറ്റാത്തത്. എങ്ങനെയെങ്കിലും ഇവിടെ എത്തണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പുള്ളിക്കാരത്തെ ഞങ്ങളറിയാതെ ഡോക്ടറോടും ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷേ ഡോക്ടർ യാത്ര ചെയ്യാൻ പാടില്ല എന്ന് കർശനമായി പറഞ്ഞു. പക്ഷേ ഇതൊന്നും അവൾ എന്നോട് പറഞ്ഞില്ല. ആന്റിയുടെ പരിഭവം തീർക്കാനാ മമ്മി എന്നെ തള്ളിവിട്ടത്. മോള് വാ. രുക്കോമ്മയ്ക്ക് ആളെ മനസ്സിലായോ? രുക്കോമ്മ കഷ്ടപ്പെടണ്ട, മനസ്സിലാവില്ല. പൊടിക്കുഞ്ഞായിരുന്നപ്പോ കണ്ടതാ. രുക്കോമ്മയ്ക്ക് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ബെറ്റി ഓർമ്മയുണ്ടോ? പിന്നെ അറിയുവോന്നോ, നീയും അവളും കൂടി കോളേജിൽ ഉണ്ടാക്കി വെച്ച കുരുത്തക്കേടുകൾ ചില്ലറയാണോ? ഇനി ഞാൻ പറയാം, ബെറ്റിയുടെ മകളല്ലേ? അതെ. ഇഷ ബെറ്റി. ഈ നിൽക്കുന്നതേ ചില്ലറക്കാരിയല്ല, ഒരു ഇന്റർനാഷണൽ ഫിഗറാ, അറിയപ്പെടുന്ന സെലിബ്രിറ്റി ഷെഫാ. ആന്റി പ്ലീസ്. പറയാതെ പറ്റില്ലല്ലോ. ചെറുപ്രായത്തിൽ തന്നെ വേൾഡിലെ ഒട്ടുമിക്ക ഫുഡ് ഫെസ്റ്റിവലിലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവിടുത്തെ ട്രഡീഷണൽ ഫുഡിൽ എക്സ്പെരിമെന്റ് നടത്തി റെക്കോർഡിട്ട വേൾഡ് ഫേമസ് ഷെഫാണ് ഈ നിൽക്കുന്ന ഇഷ ബെറ്റി എന്ന എന്റെ ബെറ്റിയുടെ മകൾ. അയ്യോ, കൂട്ടുകാരിയുടെ മകളാണെന്ന് വെച്ച് ഇങ്ങനെയൊക്കെ പൊക്കണോ? ഹേയ്. ആദർശ്, ഞാൻ ഇഷ. നോ, ഇഷ ബെറ്റി. ഹായ്. ആദർശിനെ എനിക്കെങ്ങനെ മനസ്സിലായി എന്നാവും ആന്റി ചിന്തിക്കുന്നത്. ആദർശിന്റെ അബിയുടെയും ഫോട്ടോ എന്റെ മമ്മിയുടെയിലുണ്ടല്ലോ. ഇതാണ് എന്റെ മരുമകൾ കാവ്യ. ഹായ് കാവ്യ. ഹായ്. കാവ്യ എന്ത് ചെയ്യുന്നു? ജോബൊന്നും ചെയ്യുന്നില്ലേ? ഇല്ല. വെറുതെ ഇരിക്കണോ? ഹേയ്, ഇവള് വെറുതെ ഇരിക്കുകയില്ല. ഇഷയെ പോലെ തന്നെ നല്ലൊരു ഷെഫ് ആവണമെന്നാ ഇവളുടെ ആഗ്രഹം. റിയലി? അതെ. നമ്മുടെ ട്രഡീഷണൽ ഫുഡിൽ ഇവളും ചില പരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ട്. ചില സ്പെഷ്യൽ സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ മിടുക്കിയ ഇവള്. ആണോ? ഇവളോ? ചില പ്രത്യേകതരം പായസങ്ങൾ ഇവളുടെ ഫേവറേറ്റ് ആയിട്ടോ അല്ലേ മോളെ? അതെ. അമ്മ എന്തിനാ ഇവിടെ ഇങ്ങനെ പൊക്കി പറയുന്ന? ഇഷ ഇങ്ങനെ നിക്കാതെ വാ, നമുക്ക് കാപ്പി കഴിക്കാം. സോറി ആന്റി, എനിക്കൊന്നും വേണ്ട. എല്ലാവരെയും കണ്ട് ഒപ്പം ഒരു സെൽഫി എടുത്ത് മമ്മിക്ക് അയച്ചു കൊടുത്ത് പെട്ടെന്ന് പോവാനായിരുന്നു പ്ലാൻ. പക്ഷേ കാവ്യ നല്ലൊരു ഷെഫാണെന്ന് കേട്ടപ്പോ കാവ്യയുടെ ഫേവറേറ്റ് പായസം കുടിച്ചിട്ടേ ഞാൻ പോവുള്ളൂ. സോറി, കാവ്യക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? അല്ല, അത് പിന്നെ പായസം മതി. അയ്യോ, അവൾക്ക് എന്ത് ബുദ്ധിമുട്ട്? ഇഷയെ പോലെ ഒരാൾക്ക് വേണ്ടി പാചകം ചെയ്യാന്ന് പറഞ്ഞ അതവളുടെ ഭാഗ്യമല്ലേ അല്ലേ മോളെ? അതെ. എങ്കിൽ ലേറ്റ് ആവണ്ട, പെട്ടെന്നായിക്കോട്ടെ. അത് പിന്നെ കുറച്ച് സമയം വേണ്ടി വരും.
എന്തായാലും കാവ്യയുടെ പായസം കഴിച്ചിട്ടേ ഞാൻ പോവുള്ളൂ. ആണോ? കാവ്യ ചെല്ലുമോളെ. ഇഷ വന്നേ, വാ. ദൈവമേ, എന്തിപ്പോ ചെയ്യാം? അറിയാന്ന് സമ്മതിച്ചും പോയി. അഞ്ജു, അഞ്ജു, എടി ഞാനൊരു പെടല് പെട്ടിടി. നിന്നോട് പേഴ്സണലായിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. നീ മാത്രമേ ഉണ്ടാവൂന്ന് വിചാരിച്ചു. നീ ഒന്ന് പെട്ടെന്ന് വാ. വേണ്ട, ഞാൻ പുറത്തു പോയിക്കോളാം. എന്താ കാര്യം? നിനക്കെന്തോ ഒരു ടെൻഷൻ പോലെ. ഇടി, UK നിന്നാണോ ആഫ്രിക്ക നിന്നാണോ എന്നറിയില്ല, ഏതോ ഒരു ഭൂഖണ്ഡത്തിന്ന് ആന്റിയുടെ ഒരു ഫ്രണ്ടിന്റെ മകള് വന്നിട്ടുണ്ട്. അവളേതോ ഷെഫോ സെലിബ്രിറ്റി ആണെന്നൊക്കെയാ പറയുന്നത്. ഓ, എന്തായിരുന്നു അവളുടെ പേര്? ആ, ഇഷ ബെറ്റി. ഇഷ ബെറ്റിയോ? ആ, അങ്ങനെ ഏതാണ്ടാണ്. ആ, അങ്ങനെ ഒരു പേരിൽ ഒരു ഷെഫിനെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. ആ, എന്നാ അവള് തന്നെയാ ഇവളും. അവളുടെ മുന്നിൽ വെച്ച് എന്നെ ഒന്ന് പൊക്കാൻ ഞാനും നല്ല ഷെഫാണെന്ന് ആന്റി പറഞ്ഞു. ഒരു കട്ടൻ ചായ ഇടാൻ അറിയാത്ത നിന്നെ പറ്റി ആന്റി അങ്ങനെ പറഞ്ഞോ? ആ, പറഞ്ഞു. ആന്റിക്ക് നിന്നോട് ഇത്രയും ശത്രുതയുണ്ടോ? കാണും. ഇല്ലെങ്കിൽ ഇതുപോലൊരു ദ്രോഹം ആന്റി എന്നോട് ചെയ്യോ? എന്നിട്ട് നീ എന്താ പറഞ്ഞ? അവളുടെ മുന്നിൽ നിന്ന് ഞാനും വിട്ടുകൊടുത്തില്ല. ശരിയാണെന്ന് ഞാനും തല ഉലുക്കി അങ്ങ് സമ്മതിച്ചു. അതിന്റെ പിന്നാലെ എനിക്കിട്ടി പണി വന്നത്. എന്ത്? എന്റെ ഫേവറേറ്റ് പായസം ഇല്ലേ? നിന്റെ ഫേവറേറ്റ് പായസോ? ആ, അങ്ങനെയൊക്കെയാ ആന്റി അവളുടെ മുന്നിൽ വെച്ച് കാച്ചിയത്. എന്നിട്ട് ഞാൻ ഉണ്ടാക്കുന്ന പായസത്തിന്റെ ടേസ്റ്റ് അറിഞ്ഞിട്ടേ അവള് പോവുള്ളൂന്ന്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറഞ്ഞു വിട്ടിരിക്കുക. അഞ്ജു, ഇപ്പൊ നിനക്ക് എന്നെ രക്ഷിക്കാനാവും. ആരും കാണാതെ നീ ഒരു പായസം ഉണ്ടാക്കി തന്നില്ലെങ്കിലേ അവളുടെ മുന്നിൽ ഞാൻ നാണം കിട്ടുപോവും. നീ വാ. ഞാനോ? നീ പെട്ടെന്ന് എന്തെങ്കിലും ഒരു പായസം ഉണ്ടാക്കി തന്നാ മതി. തൽക്കാലം രക്ഷപ്പെടാൻ അതേ വഴിയുള്ളൂ. നീ ഇങ്ങനെ സംശയിച്ച് നിൽക്കാതെ ഒന്ന് വാ. വാ അഞ്ജു, വാ. അഞ്ജു, ഞാൻ അവരെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞുവിടാം. അതെ, കുറച്ചു നേരം കിച്ചൺ ഞങ്ങൾ കൈയടക്കാൻ പോവാം. അതുകൊണ്ട് നിങ്ങൾ പുറത്തോട്ട് നിന്നു. എന്താ പാചകം ചെയ്യാൻ പോന്നേ? അത് നിങ്ങൾ ഇതുവരെയും കഴിക്കാത്ത ഒരു തരം പായസം ഞങ്ങൾ ഉണ്ടാക്കാൻ പോവാ. ഞങ്ങളോ? നീയല്ലേ ഉണ്ടാക്കുന്നേ? ആ, അതെ, ഞാനാ പാചകം ചെയ്യുന്നത്. ഒപ്പം അതെങ്ങനെയാ ഉണ്ടാക്കേണ്ടതെന്ന് ഇവിടെ പഠിപ്പിക്കുകയും ചെയ്യാലോ. അതല്ലേ? അതെ, പിന്നെ പഠിക്കുമ്പോ വേറെ ആരെങ്കിലും ഉണ്ടായാ എന്റെ കോൺസെൻട്രേഷൻ പോവും. അതുകൊണ്ട് നിങ്ങൾ പുറത്തോട്ട് നിന്നു. ശരി. അഞ്ജു, നീ തുടങ്ങിക്കോ. ആരെങ്കിലും വന്നു കണ്ട എല്ലാ പ്ലാനും തെറ്റും. പായസം എന്ന് പറയുമ്പോ പറഞ്ഞു നിൽക്കാൻ സമയമില്ല. നീ എന്തേലും ഒരു പായസം ഉണ്ടാക്ക്. ചെല്ലടി, ചെല്ല്. പിടിച്ചേ. പിന്നെ പായസം ഷെഫിന് കൊടുക്കാനുള്ളതാ. വെറൈറ്റി ആവണം കേട്ടോ. ഇല്ലെങ്കിൽ ആന്റി എന്നെ പറ്റി പറഞ്ഞെല്ലാം വെറുതെ ആവും. എനിക്ക് നിന്റെ ഷെഫിനോട് കോമ്പീറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. എനിക്കറിയാവുന്ന ഒരു ഐറ്റം ഉണ്ടാക്കി തരും. നീ നല്ല കൈപ്പുണ്യുള്ള എന്റെ ചക്ര കുട്ടിയല്ലേ. വേണ്ട വേണ്ട വേണ്ട, ഓവറാക്കണ്ട. എന്റെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്താ എന്തെങ്കിലും ഒരു പായസം ഉണ്ടാക്കി തരും. എന്നെ ജോലിയൊന്നും ഏൽപ്പിക്കരുത്. ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാനുള്ളതാ. നിക്കേ. വെറുതെ അല്ല നിനക്കൊരു കാപ്പി പോലും ഇടാൻ അറിയാത്തത്. അയ്യോ, നൈസായിട്ട് ചിരിച്ച് ഈ പണി എന്റെ തലയിൽ കെട്ടിവെക്കല്ലേ?
ഇന്ന് ഇതെന്തിനാ? പായസം ഉണ്ടാക്കാൻ. സോറി കാവ്യ പ്ലീസ്. എന്നെ എത്ര വേണമെങ്കിലും വഴക്ക് പറഞ്ഞു. പക്ഷെ ആരെങ്കിലും വരുന്നതിന് മുമ്പ് നീ പായസം ഒന്നും ഉണ്ടാക്കിത്തോ. എടി, സേമിയ കൊണ്ട് നമുക്കൊരു സ്പെഷ്യൽ പായസം ഉണ്ടാക്കാം. ഉണ്ടാക്കാം. അതാരും ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല. വന്നോട്ടെ സ്പെഷ്യൽ ഐറ്റം തന്നെ വന്നോട്ടെ. കോക്കനട്ട് ക്യാരറ്റ് സേമിയ. എങ്ങനെയുണ്ട് പേര്? കോക്കനട്ട് ക്യാരറ്റ് സേമിയ. കിടും, തുടങ്ങിക്കോ. സൂപ്പർ ഒരു ഫോട്ടോ. ഇവിടെ വന്ന് നീ അഞ്ചു.